അപ്പോൾ നമ്മളിതാ നമ്മളെ കുട്ടികളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ചില സമയം 4:20, ചില സമയം 4:30. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4:30 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 4:20 ഞാൻ വന്നു. ഇപ്പോൾ സമയം 4:20 കഴിഞ്ഞു, 4:30 ആവാൻ പോകുന്നു. ബസ് ഇതുവരെ വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് വേണം റേഷൻ കടയിലേക്ക് പോകാൻ. അപ്പോൾ വലിയപ്പ കൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്കൂട്ടിയിൽ പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ വലിയപ്പയ്ക്ക് ബൈക്കിലിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം അത് കാരണം ഓട്ടോയിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓട്ടോ ഭയങ്കര ഇതാണ്, വിളിച്ചു നോക്കി. അപ്പോൾ അവർ ഓട്ടത്തിലാണ്. കറക്റ്റ് ടൈമിൽ വരികയാണെങ്കിൽ നടക്കും ഇന്ന് റേഷൻ കടയിൽ പോകുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇന്നപ്പോൾ റേഷൻ കടയിൽ പോകണം. പിന്നെ വലിയമ്മയുടെ 2 പുതിയ നൈറ്റി ഉണ്ടാവുന്ന തയ്ച്ച് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ അത് 2ആണ് പ്ലാൻ. പിന്നെ നമുക്കിന്നൊരു ഗസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഗസ്റ്റിനുള്ള വെയിറ്റിംഗ് ആണ്. അവരിനി പറ്റിക്കുമെന്ന് അറിയില്ല, വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. പോയല്ലോ, ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ വന്നതേ. ബസ് കണ്ടില്ല, ബസ് പോയില്ലപ്പോൾ. അവരില്ലെന്നേ, അവിടുത്തെ കുട്ടികളില്ല, അവരവിടെ നിർത്തിയില്ലല്ലോ. സർപ്രൈസാ? സർപ്രൈസ് കിട്ടിയോ? കയ്യിൽ പിടിച്ചോട്ടോ, മിഠായി വാങ്ങിക്കാട്ടാ. ഇപ്പൊ വലിയപ്പോ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പോവാനായിട്ട് റേഷൻ കടയിൽ. സ്കൂട്ടിയില് പോയാലോ ഇപ്പ? സ്കൂട്ടിയില് ഉപ്പാക്ക് സ്കൂട്ടിയിൽ ഇരിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഓട്ടോയിൽ പോവാണ്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. അപ്പം ഞാനും ഒലിവും പിന്നെ ദുവക്കുട്ടിയും അല്ലേ. എങ്ങോട്ട് പോണേ? എവിടുക്കാനെ? ആരും അങ്ങനെ നമ്മൾ റേഷൻ കടയിലൊക്കെ പോയി വന്നു. ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്ലാന് മാത്രം കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഗസ്റ്റിൻ്റെത് ഇന്നല്ല നാളെയാണ് വരണത്. സോ അത് കുറച്ച് ചേഞ്ച് ആയിപ്പോയി, ബൈ മിസ്റ്റേക്ക് കാരണം. ഇന്നാന്ന് വിചാരിച്ചു, അപ്പം നാളെയാണ്. അപ്പോൾ നമ്മളെന്തായാലും അതിന് ഓട്ടോയിൽ റേഷൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. അപ്പം ഇത്രയുള്ളൂ, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ ഇത്. നമ്മുടെ വീട്ടിൽ വണ്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് നമുക്ക് ഓട്ടോറിക്ഷയും അല്ലെങ്കിൽ ബസ്സും ഒക്കെ ട്രെയിനൊക്കെ നമുക്ക് എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ മിക്കപ്പോഴും ട്രാവലിങ്ങിന് അതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂട്ടി വീട്ടിലുണ്ട്. അപ്പം ഞാൻ കുറേ എടുത്തിട്ട് ഇപ്പം ഞാൻ വലിയപ്പനോട് സ്കൂട്ടിയിൽ പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ വലിയപ്പ പറഞ്ഞു വേണ്ട ഓട്ടോയിൽ പോവാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിന് നല്ലൊരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു വാല്യൂ ഉള്ളതിൻ്റെയും അതിൻ്റെ ഒരു സന്തോഷം സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു സന്തോഷം പ്രൗഡ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡ്രൈവിങ് പഠിച്ചിട്ട് ലൈസൻസ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വണ്ടിൻ്റെ ബാക്കിൽ എൻ്റെ ഹസ്ബൻഡിനെ ഇരുത്തി ട്രാവൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ കുട്ടികളെ ഇരുത്തി ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഉമ്മയെ ഇരുത്തി ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദേഴ്സ് പിന്നെ പഠിപ്പിക്കുമ്പോഴേ അവർ കയറാറും ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ. പക്ഷേ എൻ്റെ വലിയപ്പയും കുറേ പ്രാവശ്യം സ്കൂട്ടിൻ്റെ ബാക്കിൽ ഇരുന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്. മൈ ഫാദർ
എൻ്റെ ഉപ്പ ഇപ്പൊ കൂടെയില്ല, പക്ഷെ എൻ്റെ ഉപ്പാനെ ബാക്കിലിരുത്തിയിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ ഉപ്പ വന്നിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഉപ്പ വന്ന് ബസ് ഇറങ്ങിയപ്പം അവിടെ നിന്ന് ഇവിടം വരെ ഞാനാണ് പിക്ക് ചെയ്ത് കൊണ്ടുവന്നത്. എൻ്റെ ബാക്കിലിരുന്ന് ഉപ്പ അവിടെ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്തു. അത് വലിയൊരിതാണ്. ഉപ്പം ഇല്ല. അപ്പോൾ എന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വലിയൊരു മെമ്മറീസാണത്. കാരണം എന്തൊരു ഗുണമാണല്ലേ. പിന്നെ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര സന്തോഷമല്ലേ അത്. കാരണം ഞാൻ ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്തപ്പോൾ എൻ്റെ ഉപ്പാക്ക് എൻ്റെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. പടച്ചോൻ അങ്ങനെ ഒരു അവസരം തന്നു. പോരാത്തതിന് കാറിലും അതുപോലെ യാത്ര ചെയ്ത് പോകാനുള്ളൊരു അവസരം എൻ്റെ ഉപ്പയ്ക്ക് ഉണ്ടായി. സത്യം പറയാലോ ഭയങ്കര സന്തോഷം. ഉപ്പ ഇനി ഇല്ലാന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിലും എൻ്റെ 3 കുട്ടികളെ കണ്ടിട്ടാണല്ലോ എൻ്റെ ഇങ്ങനത്തെ കുറച്ച് സന്തോഷങ്ങൾ എനിക്ക് തന്നിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഉപ്പയും അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ എനിക്കും തന്നിട്ടാണല്ലോ പോയത് എന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. സങ്കടമുണ്ട്, അതിനൊപ്പം ഇതേപോലത്തെ മെമ്മറീസും ഉണ്ട്. ഞാൻ മിക്കപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ഓർക്കാറുണ്ട് കേട്ടോ, അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നഷ്ടമായി പോയേനെ എന്നുള്ളത് ആലോചിക്കാറുണ്ട് ഞാൻ. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പാരൻസ് നമ്മളെ പാരൻസ് കൂടെ നിന്നിട്ട് നമ്മുടെ പാരൻസിന് ഒരു ഹെൽപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് അതൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും വലിയൊരു കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷം, അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നില്ലല്ലോ എന്ന് ഓരോരുത്തർ പറയും. എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ പോകും. എൻ്റെ കാര്യത്തിന് എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും പോകും. പക്ഷേ ഞാൻ വണ്ടി ഓടിച്ചാലില്ലെങ്കിലും എൻ്റെ ഇത്രത്തോളം വലിയ ആഗ്രഹങ്ങൾ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഉമ്മനെ എത്ര പ്രാവശ്യം ഞാൻ ബാക്കിലിരുത്തി കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ ഉപ്പനെയും അതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. സോ നൗ ഐ ആം റിയലി ഹാപ്പി. കുറേ ഗുഡ് മെമ്മറീസ് ഉണ്ട്. ഇന്ന് വലിയപ്പനെ ഞാൻ കുറേ പറഞ്ഞു നമുക്ക് പോവാം, സ്കൂട്ടിയിൽ പോവാം. പക്ഷെ ഉപ്പയ്ക്ക് ഒരു സൈഡിലിരിക്കാനും 2 സൈഡിൽ അപ്പുറത്തേക്കും ഇട്ടിരിക്കുമ്പോഴും കുലുങ്ങിയിട്ടൊക്കെ പോകുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് വരും. ഇപ്പം പഴയ പോലത്തെ ഒരു കണ്ടീഷനല്ല. അപ്പം അത് കാരണം ബൈക്കിലൊക്കെ യാത്രയിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പം അതുകൊണ്ടാണ് വേണ്ട ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വലിയപ്പനെ എന്തായാലും ഷുവറായിട്ട് സ്കൂട്ടിയിൽ കൊണ്ടുപോകും. കാരണം കുറേ പ്രാവശ്യം വലിയപ്പൻ്റെ വണ്ടീൻ്റെ ബാക്കിലിരുന്ന് യാത്ര ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കൂടെ കാറിലും യാത്ര ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഗൈസ്, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം അവർ വരുമ്പോൾ നല്ല സൂപ്പറാവുമല്ലോ, അവരുടെ കൂടെ ഒരു നൈറ്റ് ഉണ്ടാവും, അപ്പോൾ എൻജോയ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവർ നാളെയാണ് വരുന്നത്. അപ്പം അത് കാരണം സാരമില്ല. അപ്പം നാളെ വേറൊരു വീഡിയോ വെക്കാം. ഇത് ഇങ്ങനെ ഒരു വീഡിയോ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.